ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും കോൺട്രവേഴ്സി നിറഞ്ഞിട്ടുള്ള നമ്മുടെ മൂവിയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ മൂവിയിൽ ശരിക്കും സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ഇടുന്നതിന് പകരം സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ പ്രേമികൾ ഇടുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് കഴിഞ്ഞാൽ ഈ ജാനകി എന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ സിനിമ ഞാൻ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ജാനകിയായിട്ട് യാതൊരു കണക്ഷൻ, അങ്ങനെ കോൺട്രവേഴ്സി അടിക്കേണ്ട ഒരു കണക്ഷൻ ഇല്ല. അത് വളരെ എടുത്തു പറയേണ്ടതാണ്. രണ്ടാമത്തെ, ഈ സിനിമയിലെ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഈ സിനിമയിൽ ഒട്ടുമിക്ക പ്രതീക്ഷകളും തകർത്തെറിഞ്ഞൊരു സിനിമയാണ് എനിക്ക്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് അദ്ദേഹം കോട്ടിട്ടാൽ ഒരു ഫയർ ബ്രാൻഡാണല്ലോ, തീപ്പൊരി ഐറ്റംസൊക്കെയാണ് പ്രതീക്ഷിച്ച് പോയത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടെന്നറിയില്ല. എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ സിനിമ കണ്ടറിയുമ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഡയറക്ടർ എന്ന നിലയിൽ ഈ സിനിമ എനിക്ക് ആദ്യ പകുതി നല്ല അടിപൊളിയായി, നല്ല എൻഗേജിങ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഇപ്പോൾ എനിക്ക് മാത്രമല്ല കാണുന്നതിലേക്ക് ഇഷ്ടപ്പെടുന്നൊരു ഭാഗം, ആദ്യ ഭാഗം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് പോലത്തെ നല്ലൊരു അച്ചടക്കത്തോടുള്ള ഒരു ഫിലിം എനിക്ക് കാണാൻ പറ്റും. രണ്ടാം പകുതി പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് എന്താണ്, ഈ സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു വേർഡ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഓഫ് കേരളത്തിന് എന്തെങ്കിലും കുറ്റം പറയണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയണം, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരളയെ കുറിച്ചിട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സിയിൽ എന്തെങ്കിലും പറയണം, ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതാണ്. ഇല്ലാണ്ട് ഈ പറയുന്ന അവരെന്താണോ ഉദ്ദേശിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ചെറിയതായിട്ട് തെന്നി പോയി അവസാനം ഈ സിനിമ എന്തിനെ എടുത്തുന്നുള്ള ലെവലിലേക്ക് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യ പകുതിനേക്കാളും മികച്ചതായിരിക്കും എന്ന് പ്രതീക്ഷിച്ച ആദ്യ പകുതിനേക്കാളും 1% പോലും അതിന് ഈ രണ്ടാമത്തെ പകുതിക്ക് ഒന്നുമില്ല. വെറുതെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടാത്ത കുറേ എന്താ പറയുക, അനാവശ്യ സീനുകൾ, അനാവശ്യമായിട്ടുള്ള ഏതൊക്കെയോ എക്സാംസ് കാണിക്കുന്ന സിനിമയിൽ. ഒരു കേസ് തെളിയിക്കാനായിട്ട് പല എക്സാംസും കാണിക്കും. പിന്നെ അനാവശ്യമായിട്ട് കുറേ സീക്വൻസ്. പിന്നെ ഈ മ്യൂസിക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടുത്ത് വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞു. കാരണം ആദ്യ പകുതിയിലൊക്കെ നല്ല പക്വതയാണ് ചെയ്ത സാധനം. പിന്നെ രണ്ടാമത്തെ പകുതിയൊക്കെ എന്തിനൊക്കെയോ വേണ്ടി നിഗൂഢത നിറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കാനായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്ന ഒരു രക്ഷയില്ല. അതിലേക്ക് ഇപ്പം അടബോർന്നായി മാറി. പിന്നെ സ്വന്തം മകനായിട്ടുള്ള മാധവ് സുരേഷ്, അദ്ദേഹത്തിന് ഇങ്ങനെ നമ്മൾ അനാഥരാണ് ഗുണ്ടകളെന്ന് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതിനാൾ ആ പ്രേതം ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല. അതിപ്പോഴും അവിടെ തന്നെയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അത് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ആക്ടർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സിനിമ ഒരുമാതിരിപ്പെട്ടൊരു എന്താ പറയുക, അവിയിൽ വരുമെന്നൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞാൽ ഈ പ്രവീൺ നാരായണൻ പറഞ്ഞ ഡയറക്ടർ പണി അറിയില്ല എന്ന് ചോദിക്കാൻ പറയില്ല. കാരണം ആദ്യ പകുതി നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട്, നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പകുതിയിൽ ഇവരെന്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടും ഈ അവരിന് കുറേ അനാവശ്യ കേരളയിലെന്നോ പിന്നെന്താണ് ഇവിടുത്തെ ടോയ്ലറ്റിന്നോ കക്കൂസിന്നോ കുഴിമുഴിന്നോ എന്തൊക്കെയോ പറയുന്നത്. ഒരു സിനിമയുടെ എന്തിനാണ് അങ്ങനെയൊക്കെ ഈ ജാനകിയെ ബന്ധപ്പെട്ട് പറയുന്ന കഥയിൽ ജാനകിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതാണെങ്കിൽ സിനിമ സെറ്റപ്പായി പോയേനെ. കാരണം അതിന് മാത്രം എന്തിനെയാണോ നമ്മൾ നോക്കിയെടുത്ത സിനിമ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതാണെങ്കിൽ സിനിമ ആദ്യ ഭാഗത്തിനേക്കാളും കുറച്ച് കമ്മിയായാലും നമുക്ക് പടം ഒക്കെ ആവറേജ് കാണാൻ പറ്റും, ഒരു വർഷം കാണാൻ പറ്റും എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് രണ്ടാമത്തെ പകുതി എത്തിയപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് കേരള എന്നുണ്ടല്ലോ, ആ ഒരു ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കെതിരെ എന്ത് പറയണം എന്നൊരു ഇതായി മാറി. അപ്പോൾ എനിക്ക് തോന്നിയത് സുരേഷ് ഗോപിയുടെ കവലപ്രസംഗം നടത്തുന്ന പോലുള്ളൊരു പരിപാടിയായിട്ട് തോന്നി എനിക്ക്. കാരണം അതിന് ഇങ്ങനെ ഇത്രയും നല്ലൊരു ഇന്ത്യയിലെയോ ഇല്ലെങ്കിൽ നല്ല ലോ സിനിമയിലൊക്കെ എടുക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എല്ലാവരും വളരെയധികം ആദരവോടെ കാണുന്ന, ബഹുമാനിച്ച് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനെ സ്വന്തം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം തൻ്റെ നിലനിൽപ്പും തൻ്റെ രാഷ്ട്രീയം പറയാനായിട്ടൊരു വേദിയാക്കി മാറ്റി ഈ പുണ്യഭൂമിനെ എന്ന് പറയുന്ന അവരിലേക്ക് പോയി. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാനായിട്ട് ഈ സംഭവം ഉപയോഗിക്കണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ തൃശ്ശൂരോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈതാനത്തിലോ ഏതെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പറയാനുള്ള എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഏത് ഗവൺമെൻറ്റിനെ കുറിച്ചാണെങ്കിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ നല്ല വ്യൂസ് കിട്ടിയല്ലേ. ഇതിപ്പോൾ സ്വന്തം സിനിമ എടുത്തു, എന്നിട്ട് ആ സിനിമയിൽ കൂടെ വേണ്ടാത്തൊരു വിവാദം ഉണ്ടാക്കി, എന്നിട്ട് ആ വിവാദം ഉണ്ടാക്കിയിട്ട് പബ്ലിസിറ്റി കിട്ടി എന്ന് പ്രതീക്ഷിച്ചിട്ട് സിനിമ ഇറക്കി. അവസാനം എന്തായി, പബ്ലിസിറ്റി കിട്ടി സിനിമ ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. പടം നല്ലൊരു പൊട്ടിയെന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും പടം എൻ്റെ അറിവിൽ ഈ പടം ഒരു പ്രാവശ്യം കാണുമെന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കണ്ടതുകൊണ്ട് മാത്രം കാണുന്നതായിട്ട് തോന്നി. കാരണം ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ കണ്ടു. കാരണം ഫുള്ള് ഇരുന്ന് കാണുമല്ലോ. കാരണം അത്രയും കാശ് കൊടുത്ത് കാരണം ഞാൻ കാണാതിരിക്കാൻ വരാൻ പറ്റില്ല. ചിലപ്പോൾ OTT കാണുന്നവർ ചിലപ്പോൾ ഈ 5 മിനിറ്റ് സിനിമ തുടങ്ങി തന്നെ കാണുമായിരിക്കും. പിന്നെ അതിനുശേഷം ചിലപ്പോൾ ഈ ക്ലൈമാക്സ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് അവർ സുഖമായി എന്ന് കണ്ടിട്ട് സെക്കൻഡ് ഹാഫിൻ്റെ 5 മിനിറ്റ് തുടങ്ങി തന്നെ ഈ OTT വരുമല്ലോ. അപ്പോൾ അതിനുശേഷം കാണുന്നവർ
5 മിനിറ്റ്, സെക്കൻഡ് ഹാഫിന് 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ സിനിമ നിർത്തിയിട്ട് അവന്മാർ വേറൊരു സിനിമയോ കാണുമെന്ന് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രമാത്രം ആറ് ബോറായിട്ടാണ് ഈ സിനിമ ഈ സെക്കൻഡ് ഹാഫ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെയാണ് സിനിമ കാണുന്നവർ കാണാൻ പോയിട്ട്. കാരണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കവലപ്രസംഗം നടത്താനായിട്ട് ഒരു സിനിമാ വേദി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഒരു പക്ഷമല്ല. പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയം പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഈ പ്രവീൺ നാരായണ പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ കരുവാക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷയോട് കൂടി ആയിരിക്കുമല്ലോ ഈ സിനിമയൊക്കെ എടുക്കാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തൊരു നല്ലൊരു സബ്ജക്റ്റ് കൊടുത്ത് വന്നിട്ട് അതിനെ അവസാനം വെച്ചിട്ട് സ്വന്തം ഒരു രാഷ്ട്രീയപരമായതിലേക്ക് പോയത് കൊണ്ടായിരിക്കാം ഈ സിനിമ ഇങ്ങനെ മോശമായി പോയെന്ന് എനിക്ക് വിചാരിക്കുന്നു. എന്തായാലും പടം ആവറേജ് പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ മാധവ് സുരേഷിനെ പോലുള്ള ആളുകളിലേക്ക് എന്തിനാണ് ഈ സിനിമയിൽ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. സ്വന്തം മകനെ എല്ലാവർക്കും ഉണ്ടാവില്ല, സ്വന്തം അച്ഛൻ സ്വന്തം മക്കളിനെ വളർച്ചയുള്ള എല്ലാ മാതാപിതാക്കൾക്കുള്ളൊരു സന്തോഷം. അപ്പോൾ അതിനുവേണ്ടി സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു സ്പേസ് കൊടുത്തു. പക്ഷേ ആ സ്പേസ് എന്തിനാണെന്ന് അദ്ദേഹത്തിനല്ല. പക്ഷേ ആക്ടിങ് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല. ഈ ആക്ടിങ് പറഞ്ഞ ഒരു ബോണിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു സാധനമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ഇതിൽ ഈ മാധവ് സുരേഷിനെ പോലുള്ള ആക്ടേഴ്സ് വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാനോടുകൂടി കഴിയുന്നുണ്ട്. ആക്ടിങ് പറയുന്നത് അങ്ങനെ ഒരാളുടെയും DNA-യിലുള്ള സംഭവമൊന്നുമില്ല. ആർക്കും ഇതുപോലെ സിനിമ ക്യാമറയ്ക്ക് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പം ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോകുന്നൊരു കാര്യമാണ്. അല്ലാതെ ഒരെവിടെയും ഈ DNA-യിൽ ഇങ്ങനെ സാധനമില്ല ആക്ടിങ് പറഞ്ഞ് പഠിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ ഈ ഉയർത്താനായിട്ട് ഈ സിനിമയിലൊക്കെ ഒരു ഭാഗമാക്കി മാറ്റിയത്. കാര്യമില്ല. എന്നാലും പടത്തിനെ പറ്റിയതൊന്നും തന്നെ ഒന്നുമില്ല. അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം വരുമ്പോണ്ടെന്നൊരു ചിരിയുണ്ടല്ലോ തിയേറ്ററിൽ, അത് ഭയങ്കര രസമാണ്. എന്തായാലും നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറയുന്ന ഡയലോഗ് തന്നെയാണ് എല്ലാവർക്കും മനസ്സിൽ ഓടിയെത്തുക മാധവ് സുരേഷ് പറയുമ്പോൾ. എനിക്ക് ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ എന്തിനും പറയണമല്ലോ, എന്നതിൽ എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം, എൻ്റെ വായ കൊണ്ട് പറയാം, എനിക്ക് തോന്നിയ ദിവസം പറയാവുന്ന രീതിയിലേക്ക് രണ്ടാമത്തെ പകുതി എത്തി. കാരണം ആരെക്കുറിച്ച് എന്ത് പറയാവുന്ന രീതിയിലേക്ക് എത്തി. അതൊന്നും ഈ സിനിമയ്ക്ക് പറയുന്നത് ശരി, അത് പിന്നെ ഒരു ആപ്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വാണ്ടർലി ചെയ്യുന്നൊരു ഫീലായിട്ട് തോന്നി. എന്നാലും പക്ഷേ അത് നമുക്ക് അത്ര രസിക്കുന്ന രീതിയിലും അല്ലായിരുന്നു. കാരണം ഇവിടെ കേരളത്തെ പോലെ ഒരു സ്റ്റേറ്റിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. കാരണം ഒരു പ്രബുദ്ധപരമായിട്ടുള്ള കേരള ജനങ്ങൾ അങ്ങനെ അംഗീകരിക്കില്ല. ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും. പക്ഷേ അവർക്ക് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കില്ല. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അത് ഇപ്പോൾ നിങ്ങൾ ഏത് പാർട്ടി വിശ്വസിക്കുകയാണെങ്കിലും ഏത് പാർട്ടിയാണ് നിങ്ങൾ പറഞ്ഞാലും പക്ഷേ അതിൽ സത്യാവസ്ഥ ഇല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല. അത് പുറംകാലം കൊണ്ട് തട്ടി കേരളത്തിന് പുറത്തേക്ക് ഇടുന്നുള്ള ചരിത്രം ഇവിടെ ഉണ്ട്. സുരേഷ് ഗോപിനെ കോട്ടിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഏറെ നാളെ ശേഷം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. കാരണം അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. സുരേഷ് ഗോപിനെ നിങ്ങൾക്ക് കോട്ടിട്ട് കാണണമെങ്കിൽ അത് സ്ക്രീനിൽ പോയി ചെന്ന് വലിയ സ്ക്രീനിൽ വല്ല മ്യൂസിക്കൊക്കെ വെച്ച് കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ ഒരു ചോയ്സാണ്. അല്ലാതെ സിനിമ നല്ലതായി ഇരിക്കും, സിനിമ കണ്ട് എനിക്ക് കോരിത്തിരിക്കുന്നു പറഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിരാശപ്പെടും. അതുകൊണ്ട് വേറെ എന്തുകൊണ്ടോ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കാണും. സിനിമ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തും. ഞാൻ എൻ്റെ തന്നെ രേഖപ്പെടുത്തുന്ന ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ രേഖപ്പെടുത്താം. അതിനുള്ള പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ സിനിമ കണ്ടു ആസ്വദിക്കും. ഓക്കെ, ഇപ്പോൾ ബൈ, സീ യു.